നമസ്കാരം, ഞാൻ അഖില, GM ഓപ്പറേഷൻസ് ഹോർട്ടികോപ്സ് അഗ്രോകോപ്സ്. ഇന്നത്തെ വെബിനാറിൽ സംസാരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെ ഉള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് ഹോർട്ടികോപ്സ് അഗ്രോകോപ്സിന്റെ ജനറൽ മാനേജർ ബിപിൻ കുരാക്കർ സാറാണ്. സാറിനെ ഞാൻ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമസ്കാരം. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്നുള്ളത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരുപക്ഷെ പുതിയതായിരിക്കത്തില്ല, പുതിയ കാര്യങ്ങളായിരിക്കില്ല. പക്ഷെ ഇത് വിജയകരമായി അപ്ലൈ ചെയ്തിട്ടുള്ള കാർഷികേതര സംരംഭങ്ങൾ ഒരുപക്ഷെ വളരെ നന്നായി വിജയിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ഒരിക്കലും എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ആയിട്ടോ എടുക്കാതെ നമ്മുടെ അനുഭവങ്ങൾ, ഇതിലുള്ളവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിസ്കഷനുമായിട്ടും നമുക്ക് അവസാനം കൺസിഡർ ചെയ്യാം. അപ്പം ഏതൊരു പ്രോജക്റ്റിന്റെയും പ്രോഡക്റ്റിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ്. ഇപ്പോ നമ്മുടെ ചുറ്റുവട്ടവുമുള്ള നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്, നമുക്ക് എന്ത് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണെങ്കിലും അത് മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്ന് അവർക്കറിയാം. എങ്ങനെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, എന്താണ് മറ്റു പ്രോഡക്റ്റിൽ നിന്ന് നമുക്കുള്ള ഡിഫറൻസ്. ഈ ഒരു 4 ചോദ്യങ്ങൾക്ക് ആദ്യമേ തന്നെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുവാനുള്ള ഏറ്റവും ആദ്യത്തെ കടമ്പ. ഇപ്പം നമ്മള് ഏതൊരു സെഗ്മെന്റ് എടുത്താലും അത് അഗ്രികൾച്ചർ മാത്രമൊന്നല്ല, ഒരു 100 കൂട്ടം പീസ്, അതായത് പീസ് ഓഫ് മാർക്കറ്റിംഗ്. നമ്മൾ പണ്ടൊരു 3-4 പീസ്, അതായത് പ്രോഡക്റ്റ്, പൊസിഷൻ, അങ്ങനെ ചെറിയ കാര്യങ്ങളായിരുന്നു. ഇന്ന് ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മാർക്കറ്റിംഗ് മേഖലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചിലത് മാത്രം പരാമർശിച്ചുകൊണ്ട് നമുക്ക് ആ ഡിസ്കഷനിലോട്ട് പോവാം. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പൊസിഷനിങ്. എങ്ങനെയാണ് ആ പ്രോഡക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ വെജിറ്റബിളിന്റെ ആണ് സംസാരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഇത് 100% ഓർഗാനിക് ആണ്, അല്ലെങ്കിൽ ഇത് 100% എന്താ പറയുക നാച്ചുറൽ കൃഷി, ബയോഡൈനാമിക്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് ഒരു തീർച്ചയായിട്ടും പൊസിഷനിങ് ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു പേര്, അതിലെന്താണുള്ളത്, വാട്ട് ഈസ് ഇൻ എ ബ്രാൻഡ് നെയിം. ഒരു ബ്രാൻഡ് നെയിമിൽ തീർച്ചയായിട്ടും ഒരു പ്രോഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പ്രോഡക്റ്റിനെ ആളുകളുടെ അടുത്ത് എത്തിക്കാനും വളരെ നല്ല ഒരു ബ്രാൻഡ് നെയിം തീർച്ചയായും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ആ ബ്രാൻഡ് നെയിംസിന്റെ പേരിൽ മാത്രം ഇപ്പം ഒരുപാട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ്, ഭൗമസൂചിക പദവികൾ വരും. ഇപ്പം പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള മട്ട റൈസ് ആണ്, അത് പാലക്കാടുള്ളതാണ്. അല്ലെ ആലപ്പി ഗ്രീൻ കാടമം. അപ്പം ഇത്തരത്തില് നമ്മുടെ പ്രോഡക്റ്റുകളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബ്രാൻഡ് ചെയ്തെടുക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എവിടെ ഇപ്പം നമ്മളിപ്പം പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന കാര്യമാണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള കൃഷി രീതി അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കൃഷി രീതി, ഓർഗാനിക് ഫുഡ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ, ഹോർട്ടികോർപ്പ് പോലുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മളൊരു ആ കടയിൽ നമ്മുടെ സ്ഥലത്ത് പോയി മേടിക്കും, ഇത് ഓർഗാനിക് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാവും. അപ്പം അതിന് തീർച്ചയായിട്ടും പൊസിഷനിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ്. നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, പ്രൈസ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആളുകൾ ചിലപ്പോൾ അത് പർച്ചേസ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത, ഈ പ്രോഡക്റ്റ് ഈ പ്രൈസിലെ നിങ്ങൾക്ക് അവൈലബിൾ, അത് മേടിക്കുവാനുള്ള ആൾക്കാർ നമ്മുടെ മാർക്കറ്റിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അതിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. അപ്പൊ അതിനകത്ത് ഒരു പുതുമ എന്ന് പറയുന്ന കാര്യം ഒന്നും പറയില്ല. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ പ്രൊമോഷന് ഇപ്പം ഓൺലൈൻ മീഡിയകളും മറ്റും വന്നതോടെ വളരെയേറെ സാധ്യതകളാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളത്. അപ്പം അതിൽ ഏറ്റവും നല്ലത് പെയ്ഡായിട്ട് നമുക്ക് പ്രൊമോഷന് പോവാം, അല്ലെങ്കിൽ ഓൺഡ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പ്രൊമോഷന് പോവാം, ഏൺഡ് ആയിട്ടുള്ള ചാനലിൽ കൂടെ. അങ്ങനെ പല പ്രൊമോഷണൽ, അതിന്റെ എല്ലാം ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച്
കാര്യങ്ങൾ, ഇപ്പൊ വാട്സപ്പിന്റെ ആയാലും അല്ലെങ്കിൽ FBIയുടെ ഫേസ്ബുക്കിന്റെ ആയാലും കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അവസാനത്തിലോട്ട് ഞാനൊന്ന് സൂചിപ്പിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പാക്കേജ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്കീസ്, സാധാരണ കോക്കനട്ട് കുക്കീസ് ആണ് ഈ ഇടതുഭാഗത്ത് കാണിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പെട്ടിയിലുള്ളത്. പക്ഷെ അതേസമയം മാർക്കറ്റിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള പാക്ക് ചെയ്തിട്ടുള്ള ഈ കുക്കീസിന്റെ വില നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ആൾക്കാരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഒരു കടയിൽ പോവാണെങ്കിൽ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യാൻ പോകുന്നത് ഈ പാക്കഡ് ആയിരിക്കും, അല്ലെങ്കിൽ വില കൂട്ടി നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പാക്കഡ് ആയിരിക്കും. അപ്പം അത്തരത്തിലൊരു പാക്കിംഗ്, ഇപ്പൊ ഇത് നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പം ഫ്രൂട്ട്സിന്റെ പാക്കിംഗ് അത്രത്തോളം ഞാൻ ഈ കാണിക്കുന്ന ഇത് നമ്മുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ്, ഇപ്പം പുള്ളി അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഗൂഗിൾ മീറ്റ് സെഷനിൽ അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വാഴൂർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഗ്രോകോപ്സിനെ പറ്റി അറിയാമായിരിക്കാം. അഗ്രോകോപ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഔട്ട്ലെറ്റുകൾ, കാർഷികേതര വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ആരംഭിച്ചിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിന്റെ ഓണർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുന്ന അത് സ്നേക്ക് ഗോഡ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ഒരു പാക്കിംഗ് ആണ്. പക്ഷെ ഇത് വിപണന സ്ഥലത്ത് കൊണ്ടുവെക്കും തീർച്ചയായിട്ടും ഓർഗാനിക് ആണ് എന്നുള്ളൊരു തോന്നൽ പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും കുറച്ചു കാലമായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ബ്രാൻഡിന്റെ പ്രത്യേകത കൊണ്ടും ഇത് ഒരുപാട് വിറ്റുപോകാറുണ്ട്. അപ്പം ഇത് തന്നെയാണ് പാക്കിംഗ് എന്ന് പറഞ്ഞ ആസ്പെക്ടിന്റെ ഏറ്റവും വലിയ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. ഇതേപോലെ നമ്മൾ സംസാരിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒന്നാണ് പുഷ് ഹിറ്റ്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. നമ്മൾ തീർച്ചയായിട്ടും സെല്ല് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പറയണം, അതായത് ഇത് ഇന്ന പ്രോഡക്റ്റിൽ ഇന്ന പ്രത്യേകതകളുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഈ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്നതും കുറെ പേര് യൂട്യൂബ് കാണുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പോയതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇത് നല്ലത് ചീത്തയോ എന്നുള്ളതല്ല. പക്ഷെ ഇത് നിങ്ങൾക്കറിയാൻ ഒരു വേദിയായിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിലെ സാധ്യതകളാണ്. അപ്പം ആ വാട്സപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമിന് വളരെയേറെ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ. ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലത്. പക്ഷെ ഇതൊന്നും അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഫ്രീ ആണ്. നമ്മുടെ ഏത് തരം ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അതിന് GST നമ്പറോ ഒന്നും വേണ്ട. ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അത് ഗൂഗിൾ ലിസ്റ്റ് ചെയ്യാനും അതിന്റെ പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനും നമ്മളുടെ അടുത്തേക്ക് ആ ഒരു ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ആളുകളെ എത്തിക്കാനും വളരെയേറെ സാധ്യതകളുള്ള ഒരു ബിസിനസ് സെഗ്മെന്റ് കൂടിയാണ് ഇത് കൂടാതെ ഇന്ത്യ മാർട്ട്, ഞാൻ അധികം അതിനെ സംസാരിക്കേണ്ട കാര്യം, ഇന്ത്യ മാർട്ടിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ബിക്കോസ് അത് എത്രത്തോളം നമ്മുടെ ചെറിയ കർഷകർ അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ ചെറിയ കാർഷികേതര രംഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ട വസ്തുത. ഇതുപോലെ www.krishi.info ഇത് കേരള സർക്കാരിന്റെ ഒരു സംരംഭമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം www.krishi.info എന്ന് പറഞ്ഞ സെഗ്മെന്റിലുണ്ട്. അപ്പം അതിനകത്ത് എവിടെയാണ് നമുക്ക് പ്രോഡക്റ്റുകളുള്ള ആ പ്രോഡക്റ്റുകൾ നമുക്ക് പ്ലേസ് ചെയ്യാനും ആ പ്ലേസ് ചെയ്ത പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് അത് സെർച്ച് ചെയ്യുന്ന കണ്ടുപിടിക്കാനും വളരെ സഹായകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് krishi.info.com. അതേപോലെ farmbukket.in ഇതിന്റെ എല്ലാം ഒരു PDF ഫയൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറയാം ഇതുപോലെ ഒരുപാട് സാധ്യതകൾ inam.gov.in നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഇനാം. അതിലും നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ മണ്ടികളിൽ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ വിൽക്കാനും വിപണനം ചെയ്യുവാനും പ്രദർശിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം അത് അറിഞ്ഞിട്ടുണ്ട്, നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംശയകരമായ ഒരു വസ്തുത. അതേപോലെ organicplanters.in അതുപോലെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയി, ഇതൊരു മാർക്കറ്റിംഗ് ആസ്പെക്ട് എടുക്കേണ്ട agrocoops.online എന്ന് പറഞ്ഞ നമ്മുടെ അഗ്രോകോപ്സിന് തന്നെയുള്ള സംവിധാനം വന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഔട്ട്ലെറ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ആ സംവിധാനത്തിലൂടെയും നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഫാർമേഴ്സിന്റെ പ്രോഡക്റ്റുകൾ വിൽക്കുവാനും അത് പ്രദർശിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ ഏറെ പ്രധാനപ്പെട്ട കുറെ ആസ്പെക്ട്സ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത്
വാട്സപ്പ് മാർക്കറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഫ്രീ ആയിട്ടുള്ള, നമ്മുടെ മൊബൈലിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അറിയാവുന്നവരോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് പ്രോഡക്റ്റുകളും നമുക്ക് ലിസ്റ്റ് ചെയ്യാനും ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ കാറ്റലോഗ് ആയിട്ട്, അതായത് നമ്മുടെ ഒരു ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് സൈറ്റിൽ എങ്ങനെയാണോ അത് അവൈലബിൾ അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അത് എത്തിക്കുവാനുള്ള വളരെ വലിയൊരു സൗകര്യം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ വാട്സപ്പ് ബിസിനസ്, അതായത് നമ്മളിപ്പം സാധാരണ യൂസ് ചെയ്യുന്ന വാട്സപ്പ് അല്ല, അതിനകത്ത് വാട്സപ്പ് ബിസിനസ് ഈ ഒരു ലോഗോയിലുള്ള ബി എന്ന് പറയുന്ന ലോഗോയിലുള്ള വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ബട്ടണിൽ നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ ഡീറ്റെയിൽസ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൈറ്റ്, നമ്മുടെ എന്താ പറയാ എബൌട്ട്, നമ്മൾ ആരാണ്, എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മുടെ കാറ്റലോഗ്, ഇപ്പൊ അഗ്രോകോപ്സ് ആണ്, അഗ്രോകോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റുകൾക്ക് എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, ഇപ്പം ജൈവവളങ്ങൾ, വളരെ വില കുറച്ചുള്ള ജൈവവളങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ജൈവവളങ്ങളുടെ പ്രോഡക്റ്റും അതിന്റെ പ്രൈസും കൃത്യമായിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുകയും നമ്മൾ ഫോം ചെയ്തിട്ടുള്ള, ഇപ്പം നമ്മുടെ ഔട്ട്ലെറ്റുകൾക്ക് കുറെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനകത്തൂടെ അധികം സംസാരിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കാർഷിക കൂട്ടായ്മകൾ പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവരിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് സെല്ല് ചെയ്യാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ ഇത് അറിയാൻ, പുറത്തേക്ക് അറിയാൻ, കൃത്യമായ ചാനലിൽ കൂടെ അറിയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ കാറ്റലോഗ് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിന് വളരെയേറെ സാധ്യതകളുണ്ട്. വളരെയേറെ വലിയ കമ്പനികൾ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് സാധാരണ ഒരു വ്യക്തിക്ക്, ഞാനൊരു കർഷകനാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്റെ പ്രോഡക്റ്റ് ഇതാണ്, എന്റെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഇന്ന സാധനം വിൽക്കാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കാറ്റലോഗിന്റെ ലിങ്ക് അവരുടെ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് എപ്പം വേണമെങ്കിലും കയറി നോക്കിയും, ഇല്ല നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് മാത്രമായിട്ട് തന്നെ അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അത് കൂടാതെ ഇപ്പോ അവർക്കൊരു 2 പീസ് ആ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് 2 പീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ നമുക്ക് ഇവിടെ കിട്ടുകയും, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മെസ്സേജ് ആയിട്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ ഓർഡർ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടുത്ത പ്രത്യേകത. അതേപോലെ ഇതിനകത്ത് ഇപ്പം നമ്മൾ എല്ലാവരും ഒരുപാട് ഇപ്പൊ നമ്മുടെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന, നമ്മൾ യൂസ് ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പം ഫേസ്ബുക്കിൽ തന്നെ വളരെ മിതമായ രീതിയിൽ അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒരു ലൈവ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ അഗ്രോകോപ്സ് ഒരു സംവിധാനത്തെ പറ്റി തന്നെ പറയാം. അഗ്രോകോപ്പ് സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ഇതെങ്ങനെ ജനങ്ങളിൽ എത്തിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം. അത് നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള മാർഗമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഔട്ട്ലെറ്റ് ഓണേഴ്സിന്റെ അടുത്ത്, ഔട്ട്ലെറ്റ് എടുക്കാൻ താല്പര്യമുള്ളവരുടെ അടുത്ത് ഇത് എത്തണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് കോസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മൾ മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഏറ്റവും വില കുറച്ച രീതിയിലാണ് സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് കൺസേൺസ്, മാനദണ്ഡങ്ങൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ആദ്യത്തെ മീഡിയ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഔട്ട്ലെറ്റ് എടുത്തിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാം അഗ്രോകോപ്സ് സംവിധാനത്തെ പറ്റി. ആളുകളെല്ലാം അറിഞ്ഞു. ഒരിക്കലും ഒരു പ്രിന്റഡ് മീഡിയ വന്നിട്ടല്ല, ഒരിക്കലും ഒരു TV ചാനലിൽ വന്നിട്ടല്ല. പക്ഷെ ഇതാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു ശക്തി, അല്ലെ പവർ എന്ന് പറയുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മൾ വാട്സപ്പിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഉപയോഗപ്രദമായ ഒരു കാര്യം, വാട്സപ്പിൽ നിന്ന് നേരിട്ട് ഫേസ്ബുക്കിലിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ നമുക്ക് സെല് ചെയ്യാനും, അപ്പം അതുവഴി നമുക്ക് കൂടുതൽ ബിസിനസ്സിലൂടെ പോകാൻ. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു വളരെ ഭീമമായ ഒരു കാര്യമാണ്, അതിനുള്ള ഇത് സാധ്യമാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും ആലോചിച്ചു പോകാം. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് ഒരിക്കലും ഇതൊരു വലിയ ഒരു കടമ്പയല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പാർട്ട് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്നവർ കാണും, പക്ഷെ എത്രത്തോളം അതിന്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യം തന്നെയാണ്. നമ്മൾ ഇപ്പോഴും ഓൺലൈൻ സെയിൽസ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഓടി വരുന്ന ഏതൊക്കെയാണ്? ഒന്നുകിൽ ആമസോൺ, അല്ലെ ഫ്ലിപ്കാർട്ട്, അല്ലെ മീഷോ, അല്ലെങ്കിൽ ഇനി കഴിയുമ്പോൾ ഒരു പക്ഷേ ഗോഡ് ബില്ലിംഗ്, അത് അഗ്രോകോപ്സ്.ഓൺലൈൻ. പക്ഷെ ഇതൊന്നും കൂടാതെ നമുക്ക് നമ്മുടേതായ സംവിധാനം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലുതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഈ പറയുന്ന വാട്സപ്പ് സംവിധാനമാണ്. അതുകൂടാതെ ഇതിനകത്ത് ഞാൻ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഞാൻ പോകുന്നതിന് മുൻപ്, നമ്മൾ എത്രത്തോളം ഇപ്പൊ നമുക്കൊരു മെസ്സേജ് വരുന്നു, അതായത് അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഓർഡർ വരുന്നു, എനിക്ക് ഇതിന്റെ സാധനം ആവശ്യമുണ്ട് എന്ന് പറയുമ്പം
നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ റിപ്ലൈ അടിക്കാൻ പറ്റുന്ന ക്വിക്ക് റിപ്ലൈസ് എന്ന് പറയുന്ന എന്നൊരു സംവിധാനം പോലും ഇതിനകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. അത് നമുക്ക് അറിയാമായിരിക്കാം, ഞാൻ ഒരിക്കലും ഞാനിത് പറഞ്ഞു പോകാനുള്ള കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ബിക്കോസ് അറിയാത്തവർക്ക് ഇതൊരു വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമായിരിക്കാം. എനിക്കൊരു സമയത്ത് അറിയില്ലായിരുന്നു. അപ്പം ക്വിക്ക് റിപ്ലൈസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ അതിൽ നമുക്ക് നമ്മുടേതായ റിപ്ലൈസ് സേവ് ചെയ്തിടുകയും ആ ഒരു ഹാഷ് അല്ലെങ്കിൽ \# അടിച്ചു കഴിയുമ്പോൾ ആ റിപ്ലൈസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാനും അതിലൂടെ അവരോട് ഇന്ററാക്ട് ചെയ്യാനും സാധ്യമാകുന്ന ഒരു ഇതാണ്. അത് കൂടാതെ നമുക്ക് രണ്ട് രീതിയിൽ വാട്സപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ലേബലാണ്. അതിനകത്ത് ലേബൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നിങ്ങളിത് കൂടുതൽ ഇതിനകത്ത് ഇറങ്ങുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉപയോഗപ്രദമായ ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ്സിന് ഈ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന സെഗ്മെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും. ഇതേപോലെ ഇതിനകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട, പക്ഷെ സ്റ്റിൽ ബിക്കോസ് അതൊരു പിക്ചേഴ്സ് കൺസിഡർ ചെയ്യണ്ട. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഫേസ്ബുക്കിലെ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സംവിധാനം. മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ അതാത് സ്ഥലങ്ങൾ എന്താ പറയുക ആഡ് ചെയ്യാനും അതായത് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് എന്റെ മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും, അത് കൂടാതെ നമുക്കത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും മറ്റും ചെയ്യുവാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഫേസ്ബുക്കിലുണ്ട്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് തീർത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും, പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയും കൂടെയാണ്. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. അപ്പം ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു 4:30 ലിങ്ക് ചെയ്യാൻ. ഇതിലില്ലാത്ത പല കർഷക ഗ്രൂപ്പിലും ഞാനുണ്ട്. അത്രയും പേർക്ക് ഉപയോഗിക്കട്ടെന്ന് വെച്ചിട്ട് ഈ 4:30 ചെയ്യാൻ പറഞ്ഞത്. അതൊക്കെ എന്തിനാ തലേദിവസമൊക്കെയാ സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് ഇടുന്നത്. അത്ര ഡിലേ ആകല്ലേ, മുഹൂർത്തത്തിലേക്ക് വെക്കല്ലേ പ്ലീസ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാട്ടോ, അല്ലാതെ വേറെ. നല്ല സെഷൻ ആയിരുന്നു. ഇതിന്റെ വീഡിയോ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഞാൻ അത് ഷെയർ ചെയ്യാം. നല്ല സെഷനാണ്. താങ്ക് യു വെരി മച്ച്. അത് അടുത്ത പ്രാവശ്യം 4:30 തന്നെ നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ അടുത്ത ആഴ്ചയിൽ ഈ വരുന്ന 27 ആയിരിക്കാം, 27-ാം തീയതി അടുക്കളത്തോട്ടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പം അന്നും നമുക്ക് സാറ് പറഞ്ഞിട്ട് നമുക്കത് 4:30 എന്നൊരു സമയത്ത് തന്നെ അത് വീഡിയോ ലിങ്ക് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു. അപ്പൊ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ നെക്സ്റ്റ് സെഷനിൽ നോക്കണം ഇതിന്റെ വീഡിയോ ലിങ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പില് ആ കാർഷിക കൂട്ടായ്മയല്ല അഗ്രോകോപ്സ് നോളജ് സോൺ എന്ന് പറഞ്ഞ് അതിനകത്ത് ഷെയർ ചെയ്യാം. അതിനകത്ത് എന്ത് അപ്ഡേറ്റ്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്തൂടെ ലഭ്യമാവും. അഗ്രോകോപ്സിന് തന്നെ നോളജ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നോളജ് സെന്ററിലൂടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാൻ പറ്റും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം കാർഷിക മേഖല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് കർഷകരിൽ നിന്ന് കർഷകരിലൂടെ കർഷകർ. ഇത് തന്നെയാണ് അഗ്രോകോപ്സിന്റെ. നമുക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്കും അങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ ലിസണിങ് പേഷ്യന്റ്ലി ടു മൈ സ്മോൾ ലെക്ചർ, മൈ സ്മോൾ ടോപ്പിക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിപിൻ സർ. ഇന്നത്തെ സെഷന്റെ യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് ലിങ്ക് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അടുത്ത സെഷൻ സാറ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത 27-ാം തീയതിയാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന അടുക്കളത്തോട്ടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. അഡ്വാൻസ് ക്ലാസ്സുകളാണ് അടുത്ത സെഷൻസിൽ ഉണ്ടാവുന്നത്. അപ്പം അതാത് കർഷക കൂട്ടായ്മകളിൽ അതിന്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനകത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാം. കൺസേൺഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ മറുപടികൾ ലഭ്യമാകും. താങ്ക് യു.